തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവായ്പകൾക്ക് മുമ്പിൽ നമ്ര ശിരസ്കതയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമ്മെ തൻ്റെ രക്തം കൊണ്ട് പിതാവായ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയ പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ വിശേഷാൽ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്നും ദൈവസന്നിധിയോടെ ചേർന്ന് വരുവാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. യഹോവ നല്ലവൻ എന്ന രുചിച്ചെറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ, സ്ത്രീ, മുതിർന്നവർ, കുഞ്ഞുങ്ങൾ ഏവരും ഭാഗ്യമുള്ളവർ. ആ ഭാഗ്യാവസ്ഥ നമുക്ക് കൈവരിപ്പാൻ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. കാൽവറിയെ മുൻകണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കുവാൻ ദൈവം അധികം കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും ഇതിൽ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായ നിങ്ങളേവർക്കും വേണ്ടി ദൈവത്തെ വാഴ്ത്തുകയും നിങ്ങളേവരോടുമുള്ള കൃതജ്ഞത ഞാൻ ഈ സമയം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച, ദ മില്ലേനിയൽ റെയിൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നാം അതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കർത്താവായ യേശു നാം ഇന്നലെ ചിന്തിച്ചതുപോലെ രാജാവാണ്. അവൻ രാജാവായി പിറന്നവനാണ്. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കുന്നു. അവൻ നിത്യരാജാവാണ്. സ്തോത്രം. അവൻ്റെ രാജ്യത്വത്തിന് അന്തമില്ല. അവൻ്റെ രാജ്യത്തിന് അന്തമില്ല. സ്തോത്രം. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഒക്കെ നാം തിരുവെഴുത്തിൽ നിന്ന് കാണുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ യേശു ക്രിസ്തു രാജാവാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. ഇന്നലെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഓർമ്മ കാണുമല്ലോ. പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾ. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില സൂചനകൾ, പ്രത്യേകിച്ച് സുവിശേഷ ഗ്രന്ഥങ്ങളിലാണ് നാം അതേക്കുറിച്ച് കൂടുതലായി കാണുന്നതെന്ന് മനസ്സിലാക്കി. ഇന്നലെ ഒടുവിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയതുവരെ എന്തെങ്കിലും ചോദ്യങ്ങളോ വിശദീകരണങ്ങളോ ഉണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നും ചോദ്യങ്ങളില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സഹസ്രാബ്ദ വാഴ്ച, യേശു ക്രിസ്തുവിൻ്റെ ഈ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഈ സഹസ്രാബ്ദ വാഴ്ച അക്ഷരീകമാണെന്നും ഭൗതികമാണെന്നും ഈ ഭൂമിയിൽ തന്നെയാണെന്നും. സ്തോത്രം.
സഹസ്രാബ്ദത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് എ ലിറ്ററൽ കിങ്ഡം. ഇറ്റ് വിൽ ബി എ ലിറ്ററൽ കിങ്ഡം. ഇതൊരു അക്ഷരീക രാജ്യമായിരിക്കും. വിൽ ബി ഫിസിക്കൽ കിങ്ഡം. ഈ ഭൗമലോകത്തിൽ ഉള്ള ഒരു രാജ്യം. ഓൺ ദിസ് വെരി എർത്ത്, ഈ ഭൂമിയിൽ തന്നെ ഉള്ള രാജ്യമായിരിക്കും. ഭൂമിക്ക് അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയും ഭൂപ്രകൃതിയും എന്ന ഉള്ള ശീർഷകത്തിൽ വരുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പോകുന്നത്. ക്യാപിറ്റൽ വിൽ ബി ജെറൂസലേം. ഇന്നത്തെ യെരൂശലേം തന്നെയായിരിക്കും അന്നത്തെ തലസ്ഥാനമായിട്ട് ഉണ്ടാവുക. തലസ്ഥാനം, ഈ ക്രിസ്തുവിൻ്റെ രാജവാഴ്ചയുടെ തലസ്ഥാനം യെരൂശലേം തന്നെ ആയിരിക്കും. സ്തോത്രം. നമ്മൾ പറഞ്ഞതുപോലെ ഓൺ ദിസ് വെരി എർത്ത്, ഈ ഭൂമിയിൽ തന്നെ അക്ഷരീകമായ ഒരു രാജ്യം കർത്താവ് സ്ഥാപിക്കും. സങ്കീർത്തനം 2:8 നമുക്കറിയാം. എന്നാലും ഒന്ന് വായിച്ചേക്കൂ. 2:8 സാംസ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഭൂമിയുടെ അറ്റങ്ങളെ. ഇപ്പൊ സ്വർഗത്തിലല്ല, ഭൂമിയുടെ അറ്റങ്ങളെ. യെശയ്യാ 11:9 നമ്മൾ 6-ാം വാക്യം തൊട്ട് മുമ്പോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. പശുവും കാളയും പുലിയും ചെന്നായും ആടും കോലാടും ഒക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഈ അക്ഷരീക ലോകത്തിലാണ്. യിരെമ്യാവ് 23:5 യിരെമ്യാവ് 23:5 23:5 ജെറമായ. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ദേശത്ത് ഭൗതികമാണ്. സെഖരിയ 14:9 വാക്യവും നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. 12ഉം 14ഉം അധ്യായങ്ങളിൽ നിന്ന് ഇതേ ഭൂമിയിൽ, ഇവിടുത്തെ ഒലിവുമലയിൽ കർത്താവ് ഇറങ്ങി വരുന്നതും തുടർന്നുള്ള ഭരണവുമൊക്കെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച അക്ഷരീയമായി ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നാം ഇവിടെയെല്ലാം നിന്ന് കാണുന്നത്. സ്തോത്രം. അപ്പം 2-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ 11-ാമത്തെ അധ്യായത്തിൽ നാം അത് കാണുന്നു. സ്തോത്രം. യിരെമ്യാവിൽ നമ്മൾ കണ്ടു, സെഖരിയാവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. ഇതേ ഭൂമിയിലെ കാര്യങ്ങളാണ്. വിൽ ബി സെന്റേർഡ് ഇൻ ജെറൂസലേം. യെരൂശലേം കേന്ദ്രമാക്കിക്കൊണ്ടായിരിക്കും, യെരൂശലേം തലസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച. യെശയ്യാ 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഐശയ്യാ ചാപ്റ്റർ 2 വേഴ്സസ് 1 through 3. അതുപോലെ ചാപ്റ്റർ 62 വേഴ്സസ് 1 through 7. യെശയ്യാ 62-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സെഖരായ ചാപ്റ്റർ 8 20 to 23. സെഖരിയാവ് 8 20 മുതൽ 23 വരെ. ഇവിടെയെല്ലാം നാം കാണുന്നത്
ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ കേന്ദ്രസ്ഥാനം, തലസ്ഥാനം യെരൂശലേമായിരിക്കും എന്നുള്ളതാണ്. സ്തോത്രം. യെരൂശലേമിൻ്റെ പ്രസക്തി എവിടെയാണ്? ഇസ്രായേൽ ഇന്നും യെരൂശലേമിന് വേണ്ടി പോരാടുന്നത് അതുകൊണ്ട് തന്നെയാണ്. നാം നേരത്തെയും ചിന്തിച്ചിട്ടുള്ളതുപോലെ ഭൂമിയിൽ ദൈവം വസിക്കുവാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യെരൂശലേം മാത്രമാണ്, വേറെ എങ്ങുമില്ല. അതുകൊണ്ട് ഇസ്രായേലിൽ പോലും, ഇസ്രായേലിൽ പോലും വേറെ ഒരു സ്ഥലത്തും യാഗപീഠം പണിയാനോ ദേവാലയം പണിയാനോ അവർക്ക് അനുമതിയില്ല. യെരൂശലേമിൽ മാത്രം. അപ്പോൾ ആ യെരൂശലേമിനെ തന്നെ തലസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനമാക്കിക്കൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ ഭരണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഓരോ വാക്കിൽ പറഞ്ഞു വിടുകയാണ്. മൂന്നാമത്തെ കാര്യം, ദ restored Israel will be the subjects. The restored Israel will be the key subjects. പ്രധാന പ്രജകൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിൽ യഥാസ്ഥാനപ്പെടുന്ന, അല്ലെങ്കിൽ കർത്താവ് അന്തിമമായി വീണ്ടെടുക്കുന്ന ഇസ്രായേൽ രാഷ്ട്രമായിരിക്കും. കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള മടങ്ങിവരവിൽ ജീവനോടിരിക്കുന്ന, കർത്താവ് വീണ്ടെടുക്കുന്ന ഇസ്രായേലായിരിക്കും ഈ സഹസ്രാബ്ദത്തിലെ പ്രധാന പ്രജകൾ എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടതുപോലെ ഡ്യൂട്ടനോമി 30 verses 3 to 6, ആവർത്തന പുസ്തകം 30-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ നമ്മൾ നോക്കിയ യെശയ്യാവ് 11-ാമത്തെ അധ്യായം, യെശയ്യാ 11-ാമത്തെ അധ്യായം, യെശയ്യാവ് തന്നെ 14:1-2. മുമ്പ് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് നോക്കിയ വേദഭാഗങ്ങളെല്ലാം ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 1-2 എണ്ണം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാലാമതൊരു കാര്യം, this kingdom of Jesus, this millennial kingdom will be spread over all the nations. This millennial kingdom will be spread over all the nations. സകല ജാതികളിലും ഈ ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ രാജ്യം വ്യാപിച്ചു കിടക്കും. അന്ന് ഉണ്ടായിരിക്കുന്ന സകല ജാതികളിലും ഈ സഹസ്രാബ്ദ വാഴ്ച ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ചിന്തിച്ചതുപോലെ ഗോഡ്സ് കിങ്ഡം will both be eternal and universal. ദൈവത്തിൻ്റെ രാജ്യം നിത്യരാജ്യവുമായിരിക്കും, സാർവത്രിക ആഗോള വ്യാപകമായ രാജ്യവും ആയിരിക്കും. അതുകൊണ്ട് അന്ന് ഉള്ള എല്ലാ ലോകരാജ്യങ്ങളിലേക്കും ജാതികളിലേക്കും ഈ ഭരണം വ്യാപിച്ചു കിടക്കും. 72-ാം സങ്കീർത്തനം 11 മുതൽ 17 വരെ, സാം 72, 11 to 17. 86 verse 9, സങ്കീർത്തനം 86-ന്റെ 9-ാമത്തെ വാക്യം. Daniel 7:13 following, ദാനിയേൽ 7-ന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ. അങ്ങനെ ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ രാജ്യം സകല ലോകത്തിലും സകല ജാതികളിലും പടർന്നു കിടക്കും.
ഇനിയും നമ്മൾ കാണുന്നത് ക്രൈസ്റ്റ് ആൻഡ് ദ മില്ലേനിയം. ക്രൈസ്റ്റ് ആൻഡ് ദ മില്ലേനിയം. ക്രിസ്തുവും സഹസ്രാബ്ദ വാഴ്ചയും. അതായത് സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തുവിൻ്റെ അവസ്ഥയെക്കുറിച്ച്, പേരിനെക്കുറിച്ച്, റോളിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ധാരാളം പേരുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഴയ നിയമത്തിലുമുണ്ട്, നമ്മളിപ്പോൾ കാണുന്ന വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ പേരുകൾ തന്നെ പലതും യേശുക്രിസ്തുവിൻ്റെ ഈ സഹസ്രാബ്ദ വാഴ്ചയുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ ഭരണത്തെ, അധികാരത്തെ, സ്ഥാനത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതിൽ ചിലത് ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കിപ്പോകാം. നമ്മൾ ഇതിനോടകം തന്നെ പഴയ നിയമഭാഗങ്ങളിൽ നിന്ന് വായിച്ച ഒരു പേരാണ് ദ ബ്രാഞ്ച്. ദ ബ്രാഞ്ച്, മുള എന്ന യേശുവിൻ്റെ ഒരു പേര് നമ്മൾ കണ്ടതാണ്. യെശയ്യാ 4:2 11:1 ഏതെങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവുമുള്ളതും, ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിതഗണത്തിന് മഹിമയും അഴകും ഉള്ളതുമായിരിക്കും. സ്തോത്രം. യഹോവയുടെ മുള, ദ ബ്രാഞ്ച്. ഇംഗ്ലീഷിൽ എനിക്കൊന്ന് ബ്രാഞ്ച് എന്നല്ലേ, ദ ബ്രാഞ്ച്. സ്തോത്രം. വേറെയും പല ഭാഗങ്ങളുണ്ട്. അതിൽ പലത് നമ്മൾ ഇതിനോടകം തന്നെ പഴയ നിയമ റെഫറൻസുകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അത്യാവശ്യം വേണ്ട ചിലത് മാത്രം പറയുന്നു. ഇവിടെ കാണുന്നത് യഹോവയുടെ മുള എന്നതുകൊണ്ട് ഇറ്റ് ഷോസ് ദ ഇമ്മാനുവൽ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. ദ ഇമ്മാനുവൽ നേച്ചർ. ഇമ്മാനുവലിന്റെ അർത്ഥം നമുക്കറിയാം, യഹോവ, ദൈവം നമ്മോട് കൂടെ. സ്തോത്രം. അപ്പോൾ യഹോവയുടെ മുള എന്ന നിലയിൽ ജനത്തോടു കൂടെ ആയിരിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് കാണുന്നത്. സ്തോത്രം. ജനത്തോടു കൂടെ ആയിരിക്കുന്ന. മറ്റൊരു പേര് അടുത്തതാണ് ദ റൂട്ട് ഓഫ് ജെസ്സി. യിശായിയുടെ വേര്. ദ റൂട്ട് ഓഫ് ജെസ്സി, യിശായിയുടെ വേര്. യെശയ്യാവ് തന്നെ 11:10 നമ്മൾ നേരത്തെ വായിച്ചു വിട്ടതാണ്. യിശായിയുടെ വേര് എന്നതുകൊണ്ട് ദാവീദ് യഹൂദ ഗോത്രത്തിലുള്ളവനെന്നും ദാവീദിന്റെ കുടുംബക്കാരനെന്നുമാണ് അർത്ഥമാക്കുന്നത്. അതും ക്രിസ്തുവിന്റെ രാജത്വ സ്വഭാവത്തെ വിശദീകരിക്കുന്നു. യിശായിയുടെ വേര്, അത് ദാവീദ് ഗോത്രം അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിൽ യേശു പിറക്കുന്നതും ദാവീദിന്റെ പുത്രനായി ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണ പ്രകാരം നിത്യരാജാവായിരിക്കുന്നതും ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്നാണ് നാം ദാനിയേൽ 7:13 കാണുന്നതും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതും യേശുക്രിസ്തു സ്വയം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതുമായ ഒരു പേര് സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന പേര്. ദാനിയേൽ 7:13 മനുഷ്യപുത്രന് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടു എന്ന് ദാനിയേൽ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ യേശു കർത്താവ് തനിക്ക് വേണ്ടി ഉപയോഗിച്ച ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പേരും അത് തന്നെയാണ്, മനുഷ്യപുത്രൻ. ആ മനുഷ്യപുത്രൻ എന്നത് രണ്ടർത്ഥങ്ങളിൽ നമുക്കെടുക്കാം. ഒന്ന്, അത് ഒരു മശിഹൈക പേരാണ്, എ മെസ്സിയാനിക് ടൈറ്റിൽ. മനുഷ്യപുത്രൻ എന്നുള്ളതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. അതിലൊന്ന്, അത് മശിഹ നാമമാണ്. മറ്റൊന്ന്, അക്ഷരീയമായി മനുഷ്യപുത്രൻ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ തന്നെ ചിത്രീകരിക്കുന്ന കാര്യം. അപ്പൊ ഈ രണ്ടർത്ഥം എടുത്താലും മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു ഭരണാധിപൻ, മശിഹ എന്ന നിലയിലും മനുഷ്യപുത്രൻ എന്ന നിലയിലും. കാരണം സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ബാക്കി അറിയാമായിരിക്കുമല്ലോ. ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മനുഷ്യർക്ക് ദൈവം സൃഷ്ടിപ്പിൽ തന്നെ കൊടുത്തത്, പാർപ്പിന് കൊടുത്തതാണ് ഭൂമി. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു തൻ്റെ മനുഷ്യത്വത്തിൽ ഭൂമിയെ ഭരിക്കുവാൻ യഥാർത്ഥ അധികാരി എന്ന് തെളിയുന്നു. ഭൂമിയെ ഭരിപ്പാനുള്ള യഥാർത്ഥ അധികാരി. അങ്ങനെ മനുഷ്യപുത്രൻ. പിന്നുള്ളതാണ് യെശയ്യാവ് യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സിയാനിക് ടൈറ്റിലുണ്ട്. അതാണ് ദ സെർവന്റ് ഓഫ് ദ ലോർഡ്. Servant of the Lord. Especially one more adjective is used there, the suffering servant. യേശുവിനെ യെശയ്യാവ് പരിചയപ്പെടുത്തുന്ന യേശുവിൻ്റെ ഒരു മശിഹൈക നാമമാണ് യഹോവയുടെ ദാസൻ എന്ന പേര്. യഹോവയുടെ ദാസൻ. അതും പീഡ അനുഭവിക്കുന്ന, പങ്കപ്പാടുകൾ അനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ, സഫറിംഗ് സെർവന്റ്. അതിലെ യെശയ്യാ 53 സഫറിംഗ് സെർവന്റിന്റെ ഗീതമാണ്, പാട്ടാണ്. സ്തോത്രം. യെശയ്യാ 42 1 തൊട്ട് 6 വരെ, ഐശയ്യാ 42 1 to 6, ഐശയ്യാ 49 1 to 7, 49 അധ്യായം 1 തൊട്ട് 7 വരെ, 53 അധ്യായം 11 വാക്യം, 53 verse 11. അത് നമുക്ക് പരിചയമുള്ളതാണല്ലോ. ഒന്ന് വായിച്ചേക്കൂ. 53:11. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. എന്റെ ദാസൻ. യേശുവിനെ എന്റെ ദാസൻ എന്നാണ് പ്രവചനാത്മാവിൽ യഹോവയായ ദൈവം വിളിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ഒരു മശിഹൈക നാമധേയമാണ് യഹോവയുടെ ദാസൻ. അതും പീഡിപ്പിക്കപ്പെടുന്ന, എ സഫറിംഗ് സെർവന്റ്. യെശയ്യാവിൻ്റെ ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ യേശു ക്രിസ്തുവിനെ അങ്ങനെയാണ് കാണുന്നത്. മറ്റൊന്നാണ് യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത് ഇളയ തൈ. 53:2 യേശു ക്രിസ്തുവിനെ നാം അവിടെ കാണുന്നത് ഇളയ തൈ എന്നാണ്. ഇളയ തൈ. ഐശയ്യാ 53 verse 2.
അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് അവർ മുളച്ചു വരുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. എ ടെൻഡർ പ്ലാന്റ്, ഇളയ തൈ. ഇപ്പം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ചില നാമധേയങ്ങളാണ് നാം ഇപ്പോൾ നോക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ക്രിസ്തുവിൻ്റെ ഭൂമിയുമായുള്ള ബന്ധത്തിൽ, ഇളയ തൈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, മുള യഹോവ ദൈവം നമ്മോട് കൂടെ, മനുഷ്യപുത്രൻ, ഇശായിയുടെ പേര്, ദാവീദ് പുത്രൻ, യഹോവയുടെ ദാസൻ, ഇതെല്ലാം ഭൂമിയുമായി യേശുവിനെ ബന്ധിപ്പിക്കുന്ന നാമധേയങ്ങളാണ്, പേരുകളാണ്. ഇവയെല്ലാം തന്നെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും വെളിപ്പെടുത്തുന്നു. അങ്ങനെ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയിൽ ഭൂമിയുടെ അവകാശിയായി, അധികാരിയായി യേശു തീരുന്നു. അതിനെ കുറിക്കുന്നതാണ് ഈ വിധമായ പേരുകൾ. അടുത്ത പേരുകൾ നമുക്കറിയാം. സൺ ഓഫ് ഗാഡ്, ദൈവപുത്രൻ എന്നുള്ളതാണ്. ദൈവപുത്രൻ, സ്തോത്രം. യെശയ്യാ തന്നെ 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അങ്ങനെയുള്ള കുറെ പേരുകൾ നമുക്ക് കാണാൻ പറ്റും. ഐശയ്യാ 9:6 പരിചയമുള്ളതാണെങ്കിൽ കൂടെ വായിച്ചാട്ടെ. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെട്ടു. സ്തോത്രം. അവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ നിത്യത്വം, ദൈവത്വം എന്നിവയാണ് വെളിപ്പെടുന്നത്. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന നിലയിൽ, ദൈവം എന്ന നിലയിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് ദൈവപുത്രൻ എന്ന നിലയിൽ ആണെന്ന് നമുക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ ദൈവപുത്രത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം, തെളിവാണ് എന്ത്? ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ. റോമാലേഖനം 1:5. ചിലപ്പോൾ ഭാഷകളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്യം തിരിഞ്ഞു പോകാനിടയുണ്ട്. മലയാളത്തിൽ എത്ര വാക്യ? 5. ഇംഗ്ലീഷിലോ? റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ in verse 4, and declared to be the Son of God with power according to the Spirit of holiness. ഏത് വാക്യ? Verse 4. Okay, verse 4. Okay. So this is the ultimate proof of Jesus being the Son of God. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ്, അറിയായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. കർത്താവേ, അങ്ങ് ഈ പ്രിയ ആളിൻ്റെ രോഗത്തെ സുഖമാക്കണേ, നീ ആ രോഗം സൗഖ്യമാക്കുന്നത് കൊണ്ട് അങ്ങ് ദൈവമാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മളൊക്കെ മിക്കപ്പോഴും പറയുന്നതാണ്. ഈ വടക്കേന്ത്യയിലൊക്കെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഗ്രാമീണരുടെയൊക്കെ ഇടയിൽ ഭയങ്കരമായിട്ട് ദൈവം അത്ഭുതം ചെയ്യുമെന്നൊക്കെ. ശരിയാ, അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ അവരുടെ ഇടയിൽ ചിലപ്പോൾ ദൈവം ചെയ്തിട്ടാണ്
യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കാറില്ല, വളരെ ചുരുക്കം. കാര്യം എന്താ? ഒരത്ഭുതം നടക്കാതെ തന്നെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധിവികാസം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മതി. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോളം യേശുവിൻ്റെ ദൈവത്വത്തിന് വേറെ ഒരു തെളിവ് ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. The ultimate proof of Jesus being the Son of God, or for the deity of Jesus, it's the very resurrection of Christ. There is no other such a proof as that of the resurrection of Christ for establishing Jesus the Son of God. എപ്പോഴും നാം അത് മനസ്സിലാക്കിയേക്കണം. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കുന്ന എവിടെയും യേശുവിൻ്റെ ക്രൂശും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ നാം പ്രസംഗിക്കേണ്ടതും അറിയിക്കേണ്ടതും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടു വന്ന ആ ഒരു എൻ്റെ ടീനേജ്, എൻ്റെ കൗമാരപ്രായത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം കൊച്ചു കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചർച്ചിലാണോ അതോ ഞങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്ന് കൺവെൻഷൻ വേദികളിൽ കത്തി നിന്നിരുന്ന മറ്റൊരു പ്രസംഗകൻ, പേരും സംഘടന ഞാൻ പറയത്തില്ല, അദ്ദേഹം ഇങ്ങനെ വാഗ്ധോരണികളായി ഇങ്ങനെ ഒരു ശ്വാസം പോലും വിടുമോ എന്ന് തോന്നുന്നില്ല, അതിങ്ങനെ പ്രസംഗിച്ചു പോകുന്ന ഒരു പ്രസംഗകൻ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുന്നു. അങ്ങനെ പറഞ്ഞ് പ്രസംഗമൊക്കെ അദ്ദേഹം നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ലോക്കൽ ഈ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ കൺവെൻഷൻ പ്രസംഗകനെ വ്യക്തിപരമായി വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ചെയ്തത് വലിയൊരു അപരാധമാണ്. താങ്കൾ യേശുവിനെ ക്രൂശിൽ തൂക്കിയിട്ടിട്ടാ പ്രസംഗം നിർത്തിയത്. യേശു താങ്കൾ പറഞ്ഞതുപോലെ യേശു 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നു. ഇല്ല, യേശു ഇപ്പൊ തൂങ്ങിക്കിടപ്പില്ല. യേശു ക്രൂശിക്കപ്പെട്ടു, ശരിയാ. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റു. വലിയൊരു മനുഷ്യനാ പ്രസംഗിച്ചയാള്. ഭയങ്കര വാഗ്മിയ, ഭയങ്കര ബുദ്ധിമാനാ, ഭാഷാ ചാതുര്യമുള്ളയാളാ. ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ യേശുവിനെ ക്രൂശ് കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി ഒരുപക്ഷെ നാളെ ബാക്കി പ്രസംഗിക്കാനായിരിക്കും, എങ്കിൽ കൂടെ ക്രൂശ് കൊണ്ടും കല്ലറ കൊണ്ടും സുവിശേഷ പ്രസംഗം അവസാനിപ്പിക്കരുത്. യേശു ഉയർത്തെഴുന്നേറ്റു. ജീസസ് ഈസ് റിസൺ. യേശുവിന്റെ കല്ലറ അടഞ്ഞു കിടക്കുകയല്ല, തുറന്നു കിടക്കുന്നു, അത് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് നമ്മൾ പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 2:8 പൗലോസ് പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച്
ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. ആ, ഇതാകുന്നു എന്റെ എൻ്റെ സുവിശേഷം. സുവിശേഷം. ഈ 3 കാര്യങ്ങൾ നാം പറഞ്ഞിരിക്കണം. യേശുവിൻ്റെ ജനനം അഥവാ ജഡധാരണം, യേശുവിൻ്റെ മരണം, മരണ അടക്കങ്ങൾ, ക്രൂശീകരണം, 3 അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ നോക്കിയത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുവാൻ യോഗ്യൻ. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് ദൈവപുത്രൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം സാർവലൗകികമാണ്. ആസ് ഹ്യൂമൻ or in his humanity, Jesus is worthy to rule on this earth. But as the Son of God, as God himself, because of the deity of Jesus, he is worthy to be a universal king. ഒരു സാർവത്രിക രാജ്യസ്ഥാപനത്തിന് യേശു മതിയായവൻ, അർഹൻ, യോഗ്യൻ. സ്തോത്രം. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വിവിധ പേരുകൾ യേശുവിൻ്റെ സഹസ്രാബ്ദ ഭരണത്തിന് ക്രിസ്തുവിനെ യോഗ്യനാക്കുന്നു. സ്തോത്രം. മറ്റു ചില നാമങ്ങൾ കൂടെ യേശുവിനുള്ളത് യേശുവിൻ്റെ രാജത്വത്തെ തെളിയിക്കുന്ന പേരുകളാണ്. അപ്പോൾ ഒന്നാമത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ തെളിയിക്കുന്ന പേരുകൾ, 2 ദൈവത്വത്തെ തെളിയിക്കുന്ന പേരുകൾ. എല്ലാം ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. ഒരു ക്രിസ്റ്റോളജി, ഒരു ക്രിസ്തുശാസ്ത്രം നമ്മൾ എടുക്കുകയല്ല ഇവിടെ. അത്യാവശ്യം യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദത്തിന് എങ്ങനെ ക്രിസ്തു രാജാവായിരിക്കാൻ യോഗ്യനായിരിക്കുന്നു എന്നതിന് വേണ്ട തെളിവുകൾ മാത്രം, ചിലത് മാത്രമേ നാം നോക്കുന്നുള്ളൂ. എൻ്റെ കൂടെ എല്ലാവരും വരുന്നുണ്ടല്ലോ. സ്തോത്രം. മനസ്സിലാക്കാൻ പ്രയാസമില്ലെന്നാ കരുതുന്നേ. മുമ്പോട്ട് പോട്ടോ? യെസ് പാസ്റ്റർ. ഓക്കെ, താങ്ക് യു. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ രാജ്യത്വത്തെ സംബന്ധിക്കുന്ന, രാജ്യത്വത്തെ തെളിയിക്കുന്ന ചില പേരുകളാണ്. സ്തോത്രം. നാം ഇനി നോക്കുന്നത് ജീസസ് ആസ് ദ കിങ്, രാജാവായിട്ട് യേശുവിനെ ചിത്രീകരിക്കുന്നു. നമ്മളത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പല ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ച ഒബദ്യാവ് 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ, ഒബദായ 17 to 21, ഓൾസോ ഡാനിയേൽ 2:44, ദാനിയേൽ 2:44, അങ്ങനെയുള്ള കുറേയേറെ ഭാഗങ്ങളുണ്ട്. യേശുവിനെ രാജാവ് എന്ന് ചിത്രീകരിക്കുന്നു. സ്തോത്രം. മറ്റൊന്നാണ് യേശുക്രിസ്തുവിനെ ജഡ്ജ് എന്ന് ചിത്രീകരിക്കുന്നു, ന്യായാധിപൻ എന്ന് ചിത്രീകരിക്കുന്നു. ഐശയ്യ 16:5, യെശയ്യാവ് 16:5 വാക്യത്തിൽ നാം അത് കാണുന്നു. യേശുക്രിസ്തു ന്യായാധിപനാണത്രേ, ന്യായാധിപൻ. അതുപോലെ പിന്നെ നമ്മൾ കാണുന്നതാണ്, ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം തന്നെ നമുക്കറിയാമല്ലോ. ക്രിസ്തു, ക്രൈസ്റ്റ് അഥവാ മശിഹ, അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, അഭിഷിക്തൻ.
അഭിഷിക്തൻ എന്ന നിലയിൽ പഴയ നിയമത്തിൽ മൂന്ന് കൂട്ടരെയാണല്ലോ അഭിഷേകം ചെയ്യുമായിരുന്നത്. നമുക്കതും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തന്നെ ആ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും. അപ്പോൾ അഭിഷിക്തൻ എന്ന നിലയിലും യേശു രാജാവാണ്. മശിഹ അഥവാ ക്രിസ്തു എന്ന പേര് തന്നെ അക്കാര്യം വെളിപ്പെടുത്തുന്നു. മറ്റൊരു പേരാണ് ന്യായദാതാവ്, ലോ ഗിവർ. മലയാളത്തിൽ ന്യായദാതാവ് എന്നാണോ? യെശയ്യാവ് 33:22, ഐശയ്യാ 33:22. ന്യായാധിപൻ, ന്യായദാതാവ്. ന്യായദാതാവ്, ന്യായാധിപൻ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, ജഡ്ജ് എന്ന നിലയിൽ. ഇംഗ്ലീഷിൽ ഫോർ ദ ലോർഡ് ഈസ് അവർ ജഡ്ജ്, ദ ലോർഡ് ഈസ് അവർ ലോ ഗിവർ, ദ ലോർഡ് ഈസ് അവർ കിങ്, ഹി വിൽ സേവ് അസ്. ലോ ഗിവർ, അവിടെയും രാജാവ് എന്ന് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു. ന്യായദാതാവ്. സ്തോത്രം. ദാനിയേൽ 8:25 നോക്കുമോ? ദാനിയേൽ 8:25, 8:25. ദാനിയേൽ അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈതൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഒരു പ്രയാസം വായിച്ചപ്പോ അല്ലേ? എന്ത് മനസ്സിലായി? പ്രിൻസ് ഓഫ് പ്രിൻസസ്. യെസ്, പ്രിൻസ് ഓഫ് പ്രിൻസസ് അല്ലെങ്കിൽ ലോർഡ് ഓഫ് ലോർഡ്സ്, കർത്താധികർത്താവ്, കർത്താധികർത്താവ്. പ്രിൻസ് ഓഫ് പ്രിൻസസ് എന്നും ലോർഡ് ഓഫ് ലോർഡ്സ് എന്നും കിങ് ഓഫ് കിങ്സ് എന്നൊക്കെ എഴുതുമ്പം ചിലർ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് സ്പെല്ലിങ്ങിൽ. കിങ് ഓഫ് കിങ്സ് വരുമ്പോൾ കിങ്ങിന്റെ കെ ക്യാപിറ്റൽ ആയിരിക്കണം, കിങ്സിന്റെ കെ സ്മോൾ ആയിരിക്കണം. ലോർഡ് ഓഫ് ലോർഡ്സിന്റെ ലോർഡിന്റെ എൽ ക്യാപിറ്റലും ലോർഡ്സിന്റെ എൽ സ്മോളും. അതുപോലെ പ്രിൻസിൻ്റെത് പി ക്യാപിറ്റൽ, പ്രിൻസസ് പി സ്മോൾ. മറ്റ് ഭാഷകളിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊരു വ്യവസ്ഥ ഭാഷകളിലില്ല. ഇംഗ്ലീഷിൽ നമുക്കത് ചെയ്യാം. ഗോഡ് ഓഫ് ഗോഡ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്, കിങ് ഓഫ് കിങ്സ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ യേശുവിനെ കർത്താധികർത്താവ് എന്ന് വിളിക്കുന്നു. കർത്താധികർത്താവ്, പ്രിൻസ് ഓഫ് പ്രിൻസസ്, ലോർഡ് ഓഫ് ലോർഡ്സ്. ചില വേർഷൻസിൽ ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന്. അപ്പോൾ ഇവിടെയെല്ലാം കാണുന്നത് യേശു ക്രിസ്തുവിന്റെ രാജത്വത്തെ തെളിയിക്കുന്ന പേരുകളാണ്. സ്തോത്രം. അതുകൂടാതെ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ചില പേരുകളും കൂടെ. എല്ലാം ഒന്നുമില്ല, മുമ്പേ പറഞ്ഞതുപോലെ ഒരു ക്രിസ്തുശാസ്ത്ര പഠനമല്ല നമ്മൾ നടത്തുന്നത്. നമ്മുടെ വിഷയത്തിന് അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലാ റെഫറൻസുകളും എടുക്കുന്നില്ല, എല്ലാ പേരുകളും എടുക്കുന്നില്ല. യേശുവിൻ്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ട ഒരു കാര്യം,
ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മൾ കണ്ടിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ടു redeem the entire creation. ഈ സൃഷ്ടിയുടെ വീണ്ടെടുപ്പാണ് ഈ സഹസ്രാബ്ദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. റിഡംഷൻ ഓഫ് ദിസ് ക്രിയേഷൻ. ഈ ഭൗമ ലോകത്തിന്റെ പോലും വീണ്ടെടുപ്പ് ഈ സഹസ്രാബ്ദത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നു. അപ്പോൾ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിന്റെ പേരുകളും ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുമായി വളരെയധികം ബന്ധമുള്ളതാണ്. അതിൽ ചില പേരുകളാണ് യേശുക്രിസ്തുവിനെ നമ്മൾ വിളിക്കുന്നത്, അല്ലെ നാം അറിയുന്നത് റെഡീമർ എന്നാണല്ലോ. റെഡീമർ, വീണ്ടെടുപ്പുകാരൻ. മാത്രമല്ല പൗലോസ് യേശുവിനെ വീണ്ടെടുപ്പുകാരനെന്ന് മാത്രമല്ല വിളിക്കുന്നത്, 1 കൊരിന്ത്യർ 1:30 വാക്യം, 1 Corinthians 1:30. അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, വീണ്ടെടുപ്പാണ്. ഗോയേൽ, രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് മിക്കവാറും നമ്മളൊക്കെ കേൾക്കാറുള്ള പ്രസംഗമാണ്. ബോവസുമായിട്ട് യേശുവിനെ കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച്, നല്ല ബോവസായ അങ്ങെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ജാതീയരായിരുന്ന നമ്മെ വീണ്ടെടുത്തു എന്ന നിലയിലൊക്കെ. നിഴലും പൊരുളും. ഈ കാലങ്ങളിൽ അത്രയധികം ഇല്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതൊരു പ്രധാന പഠന വിഷയമായിരുന്നു. നിഴലും പൊരുളും ബൈബിൾ സ്കൂളുകളിലും അതൊരു പ്രധാന വിഷയമായി പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഴലും പൊരുളും. അപ്പോൾ അതില് ബോവസിനെ ഗോയേൽ, വീണ്ടെടുപ്പുകാരൻ എന്ന് വിളിക്കുന്നത് പോലെ യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, പൗലോസ് പറഞ്ഞു അവൻ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. അവൻ സമാധാനദായകൻ മാത്രമല്ല, ക്രിസ്തു നമ്മുടെ സമാധാനം. ആ കാര്യങ്ങളൊക്കെ നാം അവിടെ കാണും. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പുകാരനാണ്, വീണ്ടെടുപ്പാണ്. യെശയ്യാ 59:20, 59:20. യെശയ്യാവ് 59:20 വാക്യത്തിൽ ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. വീണ്ടെടുപ്പുകാരനായി യേശു വരും. വീണ്ടെടുപ്പിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. നമ്മൾ തന്നെ നേരത്തെ ഒരിക്കൽ പഠിച്ചതാണത്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടെടുപ്പിന്റെ അർത്ഥം ഓർമ്മയുണ്ടല്ലോ. വീണ്ടെടുപ്പ്. അന്യാധീനപ്പെട്ടു പോയതിനെ തിരിച്ച് എടുക്കുന്ന പ്രക്രിയ. വൺസ് somebody owned something, but meanwhile that was lost for that particular owner, but he pursues
because of his perseverance, he finds it again, sometimes remitting a payment. He rescues that lost thing back to himself. Though it was his own, now he had to pay a price to re-own. So that process of re-owning is redemption, redeeming. ഒരിക്കൽ എൻ്റേതായിരുന്ന എന്തോ ഒരു വസ്തു എങ്ങനെയോ എപ്പോഴോ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഞാൻ അത് എവിടെയെങ്കിലും കണ്ടെത്തും. പക്ഷേ എന്തു വില കൊടുത്തും ഞാൻ അതിനെ തിരികെ പ്രാപിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എൻ്റേതായിരുന്നു അത്, നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും തിരികെ പ്രാപിക്കുവാൻ എൻ്റെ സ്വന്തം സാധനത്തിന് ഇപ്പോഴൊരു വില കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെ ചെലവ് ചെയ്തു പോലും എന്നിൽ നിന്നും നഷ്ടപ്പെട്ടതിനെ തിരികെ എൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രക്രിയയുടെ പേരാണ് വീണ്ടെടുപ്പ്. സ്തോത്രം. അപ്പോൾ അന്യാധീനപ്പെട്ടതിനെ അർഹമായതിലും അധികം വില നൽകി തിരിച്ചെടുക്കുന്ന പ്രക്രിയ. അപ്പോൾ യേശു വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. ദൈവത്തിന് നഷ്ടപ്പെട്ടവരായ മനുകുലത്തെ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തവൻ എന്നർത്ഥം. സ്തോത്രം. അങ്ങനെ ക്രിസ്തു തൻ്റെ രക്തത്തെ മറുവിലയായി കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. മാത്രമല്ല, മനുഷ്യനെ മാത്രമോ അല്ല, സ്തോത്രം, സകല സൃഷ്ടിയെയും കൂടെ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ എന്ന നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതാണ് വീണ്ടെടുപ്പുകാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ചതാണ് മറ്റൊരു പേര്, മലാഖി 4:3 വാക്യത്തിൽ, നീതി സൂര്യൻ, സൺ ഓഫ് റൈച്ചസ്നെസ്. നീതി സൂര്യൻ, സൂര്യൻ എന്ന സണ്ണാണ്, സൺ ഓഫ് റൈച്ചസ്നെസ്. സ്തോത്രം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. സ്തോത്രം. അതും യേശുക്രിസ്തുവിൻ്റെ രോഗോപശാന്തിയോടുകൂടിയ നീതി സൂര്യൻ എന്ന നിലയിൽ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയെ കാണിക്കുകയാണ്. ദ്രവത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ, വ്യർത്ഥതയിൽ നിന്നുള്ള, മായയിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ പ്രത്യേകതയെ അവിടെ എടുത്തു കാണിക്കുന്നു. സ്തോത്രം. മറ്റു പല പേരുകളുണ്ട്. മറ്റൊന്നാണ് യേശു കർത്താവിനെ വിളിക്കുന്നത് ഷെപ്പേർഡ്, ഇടയൻ എന്ന് വിളിക്കുന്നു. ഇടയൻ. യെശയ്യാ 40:10-11 വാക്യങ്ങൾ, ഐശയ്യാ 40:10-11, അതുപോലെ യഹസ്കേലിലും നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇടയൻ എന്ന യേശുവിനെ മറ്റു പലരെയും ആകാത്ത ഇടയന്മാരെന്ന് പ്രവാചകൻ വിളിക്കുന്നു. ആകാത്ത ഇടയന്മാർ. അവരെയൊക്കെ കുറിച്ച് യേശു കർത്താവ് യോഹന്നാൻ 10-ാം പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളന്മാരായിരുന്നു, കവർച്ചക്കാരായിരുന്നു, അറുപ്പാനും മുടിപ്പാനും വന്നവരായിരുന്നു എന്ന്. സ്തോത്രം. എന്നാൽ യേശു നല്ല ഇടയനായി വന്നു. നല്ല ഇടയനായി വന്നിട്ട് ആടുകൾക്കായിട്ട് അവൻ തൻ്റെ ജീവനെ നൽകി. സ്തോത്രം. അപ്പോൾ അങ്ങനെ നല്ല ഇടയനായി നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ ക്രൂശിൽ നൽകി. എന്നാൽ
ദൈവപുത്രനായതുകൊണ്ട് അതിനെ തിരികെ പ്രാപിച്ച് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നല്ല ഇടയനാണവൻ, വലിയ ഇടയനാണവൻ. സ്തോത്രം. ശ്രേഷ്ഠ ഇടയനാണവൻ. ഇടയൻ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയെ കാണിക്കുന്നു. സ്തോത്രം. വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി. അങ്ങനെ ഈ വിധ കാര്യങ്ങളാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഭരണം നടത്തുവാൻ തക്കയോഗ്യനായവൻ യേശു എന്ന് തെളിയുന്നു. സ്തോത്രം. All these proofs establish that Jesus is worthy. He is the one who deserves to rule this world on this earth righteously, particularly for 1,000 years. സ്തോത്രം. ഇനിയും കാര്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ളത് ഇത്രയുമായിട്ടുണ്ട്. മില്ലേനിയം ആൻഡ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ സഹസ്രാബ്ദവും ക്രിസ്തുവും, അല്ലെങ്കിൽ സഹസ്രാബ്ദത്തിൽ ക്രിസ്തു എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിൽ സഹസ്രാബ്ദത്തിന് യേശുവിനെ യോഗ്യനാക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അതിൽ സഹസ്രാബ്ദത്തിലേക്ക് മാത്രം നമ്മുടെ ഹൃദയം കൊണ്ടുപോകണ്ട. നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും നമ്മുടെ കർത്താവിൻ്റെ യോഗ്യതകളുമാണ് നാം ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അത് നമ്മെ ആനന്ദപുളകിതരാക്കണം. സ്തോത്രം. സഹസ്രാബ്ദമല്ല നമ്മുടെ ആത്യന്തിക വിഷയം. എന്നാൽ ഇപ്പോൾ പോലും നാം നമ്മുടെ കർത്താവിനെ സേവിക്കുന്നു, സ്നേഹിക്കുന്നു. സ്തോത്രം. ഈ ഒരു യോഗ്യതകളുടെ കൂമ്പാരം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ക്രിസ്തു എന്ന ആളത്വത്തെയാണ് നാം നമ്മുടെ രക്ഷിതാവായി, കർത്താവായി, വീണ്ടെടുപ്പുകാരനായി വിശ്വസിക്കുന്നത്, സ്വീകരിക്കുന്നത് എന്നത് നമുക്ക് വളരെ അഭിമാനകരമാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണമാണ്. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ഭരണം നടത്തുവാൻ ഏകയോഗ്യനായ ക്രിസ്തുവിനെ അനുഗമിച്ച് ആ കർത്താവിൻ്റെ വരവിനുള്ള പ്രത്യാശയാൽ നിറഞ്ഞവരായി മുൻപോട്ട് ജീവിക്കുവാൻ ഈ വചനങ്ങൾ നമുക്കെല്ലാവർക്കും മുഖാന്തരങ്ങളായി തീരട്ടെ.